ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. ഞങ്ങൾ സാധാരണ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കും അതുപോലെ ആവണയംകാട്ടിക്കും പോകാമെന്ന് വിചാരിച്ചു. അതൊരു കുറച്ച് നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് അന്ന് അവിടേക്ക് പോയപ്പോൾ എന്ന് വെച്ചാൽ നല്ല ചൂടും അതിനനുസരിച്ച് നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞിട്ട് ഭഗവാൻ ക്ഷേത്രത്തിലെത്തി നട തുറന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ടൂറിസ്റ്റുകൾ നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് ആളുകളെല്ലാം അമ്പലത്തിലേക്ക് വരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു തോന്നുന്നത്. ധാരാളം ബസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഒരു നല്ല തിരക്ക്, നല്ല ചൂട്, നല്ല മേഘങ്ങൾ, നല്ല നീലാകാശം, ഇതൊക്കെ ഒരു പ്രത്യേക തരം അന്തരീക്ഷമായിരുന്നു. എന്താ പറയുക, അതുപോലെ മൂടികെട്ടിയ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു മഴക്കാർ വരും, കാറ്റ് കുറവാണല്ലോ ഇപ്പോൾ വേനലിൽ. അങ്ങനെ മീനൂട്ടും അതുപോലെ മീനൂട്ടൊക്കെ നല്ല രീതിയിലൊക്കെ നടത്തിയിട്ടോ. ഞാൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ പോയിട്ട് കേട്ടോ അവിടെ ഭയങ്കര ചൂടാണ്, എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ചൂട് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചേട്ടനോട് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഒറ്റയ്ക്ക് നിന്ന്. അപ്പോൾ ഞാനത് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇവിടെ ഇങ്ങനെ നിന്നതാണ്. പിന്നെ അങ്ങനെ വെടിവഴിപാടും ഒക്കെ കഴിച്ച് നേരെ ഞങ്ങൾ എന്താ പറയുക അയ്യപ്പനെ തൊഴാനായിട്ട് എത്തിയിട്ടോ. അയ്യപ്പനെ തൊഴുത് നമ്മൾ നേരെ ആവണയംകാട്ടേക്ക് എത്തി. ആവണയംകാട്ടിലൊക്കെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണത്തിനുള്ള ക്യൂവിലേക്ക് നിന്നു കേട്ടോ. അവിടെ പിന്നെ അധികം സമയം 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കിട്ടി. 20 മിനിറ്റ് എന്തായാലും ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ മുട്ടുമടക്കി അങ്ങ് ഇരുന്നു. ചേട്ടൻ ക്യൂവിൽ ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്നേഹനിധിയായ ഭർത്താവ് അങ്ങനെ ക്യൂവിൽ നിന്നു. ഞാൻ തിരിച്ച് വന്നിരുന്ന് അങ്ങനെ ഇരുന്ന എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വിസ്മരിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഭഗവാനെ കാലത്ത് തൊഴുത് കഴിഞ്ഞാൽ ഊണ് കഴിക്കുക എന്നുള്ളത് ഒരു നിർബന്ധം. നല്ല സ്വാദാണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ടീ കടയിലേക്ക്, അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ നമ്മുടെ കുറുക്കഞ്ചേരി ടീ കടയിലെത്തിയിട്ട്, അപ്പോൾ ടീ കടയിൽ നല്ല ചൂട്. അപ്പോൾ ചേട്ടൻ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ്ട്. മിൻ ലൈവ് ഓർഡർ ചെയ്തതിന് ശേഷം ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറയാം, വേണ്ടടി എൻ്റെ മുഖം ഒന്നും ഇതായില്ല, കാരണം ഞാൻ വേർത്ത് ആകെ ഒരു ഇതായിട്ടായിരിക്കുന്നത്, വേണ്ടാന്നൊക്കെ പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിലേറെ മോശമാണ് ചേട്ടാ, നമുക്ക് എടുക്കാം, നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ പറയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞാൻ നമ്മുടെ രാവിലെ ഏട്ടനും ലഞ്ച് കൊണ്ടുപോകണമല്ലോ ഉച്ചയ്ക്കുള്ള. അപ്പോൾ ഓഫീസിൽ പോണ ദിവസമാണ്. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടി കായ ഇങ്ങനെ നുറുക്കിയെടുക്കായിരുന്നു കേട്ടോ. ഇത് ഞാൻ തിരിച്ചാണ് അതിൻ്റെ നമ്മുടെ പറയാ ഇതിൻ്റെ എന്താ പറയുക, അയ്യോ എന്തെന്നാടോ അതിനെ പറയാ, അതിൻ്റെ വലിക്കുമ്പോൾ സംഭവം അതിനെന്തോട്ടോ പറയാന്ന് എനിക്കറിയില്ല, മറന്നുപോയി. അത് ആ സംഭവം തിരിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ കായൊക്കെ നന്നാക്കി ഇടലും ഗംഭീര പരിപാടികളാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, ഹോള് ചെറുതായത് അടയ്ക്കുന്ന നേരത്താണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ ജയ്ഹിന്ദ് മാർക്കറ്റിൽ പോയിരുന്നല്ലോ. അപ്പോൾ കായ ഇങ്ങനെ വിലക്കുറവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ ഇങ്ങനെ തോരനായിട്ട് വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ തോരനായി വെക്കാം. നല്ലൊരു ചെറിയ കായാണ്, നാടൻ കായാണ്. അപ്പോൾ അത് ഒരു തോരനായിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണല്ലോ. ഇത് ആകുമ്പോൾ നമുക്ക് ഉള്ളിൽ കഴുകണ്ട, ആ കറയുടെ ടേസ്റ്റ് നമ്മുടെ ഈ കറിയിൽ ഉണ്ടാവണം. നല്ല കഴുകി എടുത്തിട്ട് ഇടണമെന്ന് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ആ കറയാണ് നമുക്ക് വയറ്റിലേക്ക് നല്ലത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം അങ്ങനെ തന്നെ ഞാൻ കറിയിലിട്ടിട്ട് കറി ഉണ്ടാക്കാണ് കേട്ടോ ചെയ്തത്. അപ്പം ആ കറിയുടെ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പം അങ്ങനെ അതൊക്കെ വലിച്ച് റെഡിയാക്കി എടുത്ത് നമ്മളങ്ങനെ നുറുക്കി കുനുകുനാവുമല്ലോ. അപ്പോൾ കായ ഇങ്ങനെ വെറുതെ ചീന ചട്ടിയിലിട്ട് സാധാരണ തോരനാക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റീവ് ഡേയിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല സന്തോഷവും സമാധാനമൊക്കെ ആണല്ലോ. അങ്ങനെ നല്ലൊരു തോരനായിട്ട് തന്നെയാട്ടോ ഇന്നത്തെ ഒരു ദിവസമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ചീനിച്ചട്ടി വെച്ചു, അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇത്തിരി തോരനിൽ ഇത്തിരി നന്നായിട്ട് വെളിച്ചെണ്ണ വേണം, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ കുറച്ച് കടുക് ഇട്ടു, അതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ചേർത്തു. അത് എന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ കായ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കാരണം വേറെ കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കറ ഉണ്ടാവണം എന്നാണ് പറയുക. കറ ഇങ്ങനെ നമ്മുടെ വയറ്റിലേക്ക് പോകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് അങ്ങനെ കറയായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നല്ല പോലെ ഇങ്ങനെ ചേർത്ത് ഇളക്കി കൊടുക്കും കേട്ടോ. ഇത് നല്ല പോലെ മിക്സ് ആണ്. ഒന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ, അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. സാധാരണ എല്ലാവരും പറയും കായ ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എനിക്കറിയില്ല. അത് സത്യമാണോ എന്താണെന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച്
കുറച്ച് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം എന്നിട്ടാണ് കുറച്ച് മുളക് പൊടി മാത്രം ഇടും. എന്നിട്ട് കുറച്ച് നാളികേരം ചെരുകിയതും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചു, നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടേസ്റ്റിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇനിയും ഇങ്ങനത്തെ കറികൾ ധാരാളം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത് കേട്ടോ. പിന്നെ ചീനച്ചട്ടി എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഗ്യാസിൻ്റെ അതും ഇരിക്കുമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കി ഇരിക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്കവാറും എൻ്റെ 2 പ്രാവശ്യമൊക്കെ ചീനച്ചട്ടി തെറിച്ച് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ചെമ്മീനും ചുരക്കയും കൂടിയുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല ഉണക്ക ചെമ്മീനും ചുരക്കയും കൂടി വെച്ചിട്ടുള്ള നാളികേരം അരച്ച് ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണ്. ആദ്യം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചെമ്മീനും ചുരക്കും നാളികേരവും മാത്രം. എന്നിട്ട് നല്ലൊരു കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ വാഴയ്ക്ക കറി. നല്ല ഭംഗിയായിട്ടില്ലേ? അതിനുശേഷം ഞാൻ നാളികേരം ഒഴിച്ച് അത് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ചെമ്മീൻ കാച്ചിയെടുക്കണം. ചെമ്മീൻ കറി കാച്ചിയെടുക്കുക. അതിന് കുറച്ച് ഉള്ളി, ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി അങ്ങ് ചേർത്തിട്ട് നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടോ വെന്ത് നല്ല രസമായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് അങ്ങ് ചേർത്തോടുകൂടി നല്ല സ്വാദായിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ഉപ്പ് ചേർക്കണം. നമ്മൾ ചെമ്മീൻ അങ്ങനെയാണല്ലോ ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകി വറുത്ത് വീണ്ടും കഴുകിയിട്ടാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതെങ്കിലും ഉപ്പ് അതുമേ ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. പ്രഷറുള്ളവർക്ക് കഴിക്കണ്ടേ. ഞാൻ അപ്പോൾ തന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെക്കും കേട്ടോ. ഈ പാത്രങ്ങൾ കഴുകുമ്പോഴേ നമ്മൾ വിചാരിക്കുക, എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നെ ചിന്തിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ വീടും കൂട്ടി നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. കാരണം നമുക്ക് ആരുമില്ല നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ പണി ഞാൻ എന്തോരം പണികളാണ് എടുക്കുന്നത് എന്നൊക്കെ ഒരു തോന്നലാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓരോ പണികൾ എടുക്കുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് വീഡിയോയിൽ എടുക്കണം, ഇത് അങ്ങനെ അത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ബോറിംഗ് ഒക്കെ വരും കേട്ടോ. വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരാണ് കേട്ടോ. ഇപ്പം ഞാൻ വീണ്ടും പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പുറത്തേക്കൊന്ന് ഇറങ്ങി വന്നതാണ്. ഞാൻ എഴുതിയതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് വീടിന് പുറത്ത് വരുന്നത്. ഇവിടെ പൂച്ചകൾക്കായാലും നായ്ക്കുട്ടികൾക്കായാലും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് വെള്ളം ദാഹിച്ചിട്ട് അവർ ഇങ്ങനെ ചെടിച്ചട്ടിന്നൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം എന്നും രാവിലെ ഇങ്ങനെ ഞങ്ങളിവിടെ വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു വയ്ക്കുകയാണ്. ആരെങ്കിലും വന്ന് കുടിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ, അവർക്കും വേണ്ടേ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടിടോ. 8:30 ആയിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ വെയിലും ഈ ചൂടും ഒക്കെ. ഇവിടെ വരുന്നവർ പറയും നല്ല തണുപ്പാണെന്നൊക്കെ പറയും. പക്ഷേ ഈ ചൂടിലും ഇങ്ങനെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന നമ്മുടെ ചെറ്റിപ്പൂവ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ നനയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് അവരിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം ഇങ്ങനെ മഴ കൊണ്ടുവരാനായിട്ട് ചെമ്പോത്തും വന്നിരിക്കുന്നു. അതും കാണുമ്പോൾ ഒരു വലിയ സന്തോഷം. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.